സഹനം വന്നാല് ദൈവത്തിന് സഹനം വരുമ്പോൾ എന്ത് ചെയ്യണം? പരിശുദ്ധം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു വചനം വരും, അതായത് SC 53 53:4 മുതൽ 15 വരിക മൊത്തത്തോടെ. ഹല്ലേലൂയ. 53:7 വരുന്നത്. അതായത് കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും രോമം കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാന്നോളം പറയും. ഹല്ലേലൂയ. അത് വന്നങ്ങ് പൊക്കോളും, അതൊന്നിട്ട് അതെന്റെ വഴിക്ക് പൊക്കോളും. യേശുവെ സ്തുതിക്കുന്നു. ഈശോ നിന്ന പോലെ, ഈശോ പീഡാസഹനത്തിന്റെ വഴി നിന്ന പോലെ അങ്ങ് നിന്ന് കൊടുത്ത് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ രോമം കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്ന് കൊടുത്തു. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിന്റെ 1:28-29 നിങ്ങളുടെ എതിരാളികൾ ഉണ്ടാകുന്ന യാതൊന്നിനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് അവർക്ക് നാശത്തിന്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള വരം. സഹനം ഒരു വരവ. ഹല്ലേലൂയ. ഏറ്റവും വലിയ വരവ് ഏതാന്ന് ചോദിച്ചാൽ സഹനം. സഹിക്കാനുള്ള വരം. സഹിക്കാനും ക്ഷമിക്കാനുള്ള ശക്തിയാണ് ഏറ്റവും വലിയ കൃപ. അത് ഈശോയുടെ കൃപയാണ്. കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിച്ച യേശുക്രിസ്തുവിന്റെ കൃപയാണ് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ശക്തി. അത് കൃപ ഈ കൂട്ടായ്മയിൽ ആർക്കെല്ലാം ഉണ്ടോ അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ആർക്കെല്ലാം കൃപയുണ്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞു. രണ്ട് കൃപ. ഹല്ലേലൂയ. സഹിക്കാനും ക്ഷമിക്കാനുള്ള ശക്തിയാണ് ഏറ്റവും വലിയ അത്ഭുതം. നിശബ്ദമായി നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശക്തി. അതാണ് ഏറ്റവും വലിയ കൃപ. സഹനത്തെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും ഏറ്റവും വലിയ കൃപ. അതുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനും വരുന്നൊരു അനുഗ്രഹം നിനക്കുണ്ടെങ്കിൽ നിനക്കിന് വേറെ അത്ഭുതത്തിന്റെ ഒന്നും ഒരടയാളത്തിന്റെ ഒരു സംഭവത്തിന്റെ ആവശ്യമില്ല. ഏറ്റവും വലിയ കൃപ സഹിക്കാനും ക്ഷമിക്കാനുള്ള ശക്തി നിനക്കുണ്ടെങ്കിൽ നീ വിജയിച്ചു കഴിഞ്ഞു. ലോകത്തെ നീ തോൽപ്പിച്ചു കഴിഞ്ഞു. ലോകത്തെ നീ തോൽപ്പിച്ചു.